ഇസ്രായേൽ ജനങ്ങൾ എങ്ങനെ അടിച്ചമർത്തപ്പെട്ടതോ, അവർക്ക് ശക്തനായ ദൈവം ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു? ഇത് നാം ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. അവർ ദൈവത്തിനെതിരെ ദോഷം ചെയ്തതിനാൽ ദൈവം അവരിൽ നിന്ന് പിന്മാറി അവരെ മിദ്യാന്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ദൈനംദിന ധ്യാനം. കർത്താവിന്റെ ദൂത് അവന് പ്രത്യക്ഷപ്പെട്ടു, അവനോട് പറഞ്ഞു, ശക്തനായ വീരനായവനെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ന്യായാധിപന്മാർ 6:10. ഗിദെയോന്റെ കാലത്ത് ഇസ്രായേൽ ജനങ്ങള് വളരെ ബുദ്ധിമുട്ടിലും പീഡനത്തിലും ആയിരുന്നു. ഇസ്രായേലിയര് വിത്തുവിധിക്കുമ്പോഴെല്ലാം മിദ്യാന്യരും അമാലേക്യരും കിഴക്കൻ ദേശക്കാരും അവർക്കെതിരെ വരുവായിരുന്നു. അവരെതിരെ പാളയമിറങ്ങി ഗാസ വരെ ദേശത്തിലെ വിളവുകളും നശിപ്പിക്കുമായിരുന്നു. അവർ ഇസ്രായേലിൽ ഭക്ഷണവും ആടുകളും പശുക്കളും കഴുതകളും ഒന്നും ശേഷിപ്പിക്കില്ലായിരുന്നു. ഒരു ദിവസം യഹോവയുടെ ദൂത് ഗിദെയോനിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, യഹോവ നിന്നോടുകൂടെ ഉണ്ടാകുന്നു. ഗിദെയോൻ അവനോട് പറഞ്ഞു, എന്റെ കർത്താവേ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഈ എല്ലാം ഞങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ യഹോവയുടെ അത്ഭുതങ്ങൾ എവിടെയാണ്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചില്ലേ? എന്നാൽ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ന്യായാധിപന്മാർ 6:13. ഇന്നും ഈ അതേ ചോദ്യം നിങ്ങളുടെ ജീവിതത്തില് വീണ്ടും വീണ്ടും ഉയരാം. ദൈവം എനിക്ക് കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്റെ ശ്രമങ്ങളിലൊന്നും ഫലിക്കാത്തത് എന്തുകൊണ്ട്? എന്റെ കാര്യങ്ങളിലൊന്നും വിജയിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഞാൻ നിന്നോടുകൂടെയുണ്ട്. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ വിജയിക്കും എന്നത് സത്യമാണ്. എങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു? അവർക്ക് ശക്തനായ ദൈവം ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു? ഇത് നാം ആഴത്തിൽ ചിന്തിക്കേണ്ടതാ. അവര് ദൈവത്തിനെതിരെ ദോഷം ചെയ്തതിനാല് ദൈവം അവരിൽ നിന്ന് പിന്മാറി അവരെ മിദ്യാന്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ദൈവത്തിനെതിരെ ദോഷം ചെയ്യുകയും അവനോട് പാപം ചെയ്യുകയും ചെയ്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തെ ഭയപ്പെട്ട യോസേപ്പ് ദോഷത്തിൽ നിന്ന് മാറി നിന്നു. യോസേപ്പിന്റെ ജീവിതത്തില് അവൻ പൊട്ടിഫാറിന്റെ വീട്ടിലായിരിക്കുമ്പോൾ പൊട്ടിഫാറിന്റെ ഭാര്യ അവനെ തന്നോടൊപ്പം കിടക്കാൻ ക്ഷണിച്ചു. ഇവയെല്ലാം കഴിഞ്ഞ ശേഷം യോസേപ്പിനെ തന്റെ യജമാനന്റെ ഭാര്യ ആഗ്രഹത്തോടെ നോക്കി. അവൾ അവനോട് പറഞ്ഞു, എന്നോടൊപ്പം കിടക്കൂ. ഉൽപ്പത്തി 99:7. യോസേപ്പ് കർത്താവിനെ ഭയപ്പെട്ട് ദോഷത്തിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് കർത്താവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ പ്രലോഭനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഭയന്ന് ദോഷത്തിൽ നിന്ന് മാറി നിൽക്കുമോ? ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതും അത്ഭുതങ്ങൾ നടത്തുന്നതും തടയുന്നത് നിങ്ങളുടെ ദുഷ്ടതയും പാപങ്ങളുമാണ്. നാം ദൈവത്തിനെതിരെ ദോഷം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പോലെ നമുക്കും കഷ്ടപ്പെടേണ്ടി വരും, താഴ്ത്തപ്പെടേണ്ടി വരും. എങ്കിലും നാം അവനിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കഷ്ടം നീക്കിക്കളയും, ഞാൻ നിന്നോടൊപ്പമുണ്ടാകും. കർത്താവ് ഇങ്ങനെ പറയുന്നു, അവർ സുരക്ഷിതരായിരിക്കട്ടെ, അനേകരായിരിക്കട്ടെ, എങ്കിലും അവൻ കടന്നു പോകുമ്പോൾ അവർ ഇങ്ങനെ വെട്ടിക്കളയപ്പെടും. ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇനി ഞാൻ നിന്നെ കഷ്ടിക്കുകയില്ല. ഇപ്പോൾ ഞാൻ അവന്റെ മുഖം നിന്നിൽ നിന്ന് പൊട്ടിച്ചു കളയും, നിന്റെ ബന്ധങ്ങൾ തകർക്കും. നഹൂം 1:12-13. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.